ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പെരുമ്പാവൂരിന്റെ പ്രദേശത്തിലൂടെ ഒന്ന് വൈകുന്നേരം ചുറ്റി സഞ്ചരിക്കുമ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ചകൾ അതിദുഃഖകരവും ഖേദകരവും നമ്മുടെ ചങ്കിടിപ്പിക്കുന്നതും നെഞ്ച് പൊട്ടിപ്പോകുന്നതുമായ ദാരുണമായ കാഴ്ചകളാണ്. പാപങ്ങളെന്ന് പറഞ്ഞാൽ അള്ളാഹു ചെയ്യണ്ട എന്ന് പറഞ്ഞ മഅസൂമീങ്ങളായ അമ്പിയാക്കന്മാരെ നമ്മളെ പഠിപ്പിച്ചത് ചെയ്യരുത് 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 എന്ന് അള്ളാഹുവും അവന്റെ അമ്പിയാക്കന്മാരും വിശുദ്ധമായ ഖുർആനിലും ഹദീസിലും എണ്ണമിട്ട് അക്കമിട്ട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യരുതേ ചെയ്യരുതേ, ഇതെല്ലാം പാപങ്ങളാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന കാര്യങ്ങൾ കാണിച്ചപ്പോ ആ തെറ്റിൽ നിന്ന് അകന്ന് ജീവിച്ച മഹാന്മാരായ നല്ലവരായ സൂഫിയാക്കളായ സ്വാലിഹീങ്ങൾ അവരെ അങ്ങോട്ട് ഒഴിച്ചു നിർത്തിയാൽ സാധുക്കളും പാപികളും പാവങ്ങളുമായ ഈ നാട്ടിൽ താമസിക്കുന്ന ഈസ്റ്റ് മുളവൂരിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചുറ്റുപാടും നടക്കുന്നത് കൊടിയ പാപങ്ങളാണ്, അക്രമങ്ങളാണ്, അനീതികളാണ്, അരാജകത്വങ്ങളാണ്, അക്രമങ്ങളാണ്, അധാർമികതയാണ്. സർവ്വതെമ്മാടിത്തരത്തിന്റെയും കൂത്തരങ്ങളായി നമ്മുടെ നാടുകളും വീടുകളും കുടുംബങ്ങളും മഹല്ലുകളും സംവിധാനങ്ങളും ഒക്കെ മാറിക്കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമാണ് പാപങ്ങൾ. അള്ളാഹു ദുനിയാവിൽ തന്നെ തരുന്ന അതിന്റെ പരിണത ഫലങ്ങളും വിഷയം ഗൗരവമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് നഗ്നമായ ചില സത്യങ്ങൾ ഞാൻ നിങ്ങളോട് തുറന്നു വെച്ചുകൊണ്ട് അതിൽ നിന്നും ഒന്നകന്ന് നിന്ന് വിശുദ്ധമായ റബീഉൽ അവ്വലാണ് അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തങ്ങളെ പഠിക്കുകയും പറയേണ്ടയും കേൾക്കേണ്ടയും സാഹചര്യത്തിൽ ഈ വിഷയം നിങ്ങളോട് പറയുമ്പോ സഹോദരങ്ങളെ ഗൗരവമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം നിങ്ങളുടെ മുന്നിൽ ഞാൻ വെക്കുന്നത്. ചെയ്തു കൂട്ടുന്ന പാപങ്ങളും അപരാധങ്ങളും തെറ്റുകളൊന്നും ചെറുതല്ല. നമ്മുടെ നാടുകളിൽ പള്ളികളുണ്ട്, മഹല്ലുകളുണ്ട്, സംവിധാനങ്ങളുണ്ട്, നമുക്ക് നേതൃത്വം തരാൻ നല്ല പണ്ഡിതന്മാരുണ്ട്, വാളുകൾക്ക് കുറവില്ല, പ്രസംഗങ്ങൾക്ക് കുറവില്ല, പ്രഭാഷകരാണെങ്കിൽ കൂണുപോലെ ഇങ്ങനെ കുമിഞ്ഞു കൊന്തുന്നു. ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിലും യൂട്യൂബിൽ വരുന്ന ആളുകൾക്കൊന്നും ഒട്ടും കുറവില്ല. പഠിച്ചു വരുന്ന മുത്തഅല്ലിമീങ്ങൾ വരെ എനിക്ക് വലിയ പ്രഭാഷകനാകണമെന്ന നിയത്തിൽ പഠിച്ചു വരികയാണ്. അങ്ങനെ ഒരു കാലഘട്ടത്ത് നസീഹത്തുകളുടെ കുറവോ ഉപദേശങ്ങളുടെ കുറവോ അല്ല, ധാർമ്മികമായ മൂല്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട് അരാജകത്വത്തിന്റെ അന്ധകാരത്തിന്റെ മൂലകളിലേക്ക് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപങ്ങൾ ചെയ്യുന്നവരായി ഞാനും നിങ്ങൾ മാറിപ്പോകാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു ദിവസം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കടന്നു വരികയാണ്. അന്നഹാ ജാഅത് ഹിയ വ അബവാഹാ അബൂബക്കർ വ ഉമ്മു റുമാൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയായ ഉമ്മു റുമാനും കൂടി കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഇന്നാ നുഹിബ്ബു അൻ നദ്ഉവ ലി ആയിഷ, ഇന്നാ നുഹിബ്ബു അൻ തദ്ഉവ ലി ആയിഷ ബിദഅവത്തിൻ വ നഹ്നു നസ്മഉ യാ റസൂലല്ലാഹ്. നബിയെ, ഞങ്ങളെ പൊന്നുമോളായ ആയിഷക്ക് വേണ്ടിയിട്ട് ഒന്ന് ദുആ ചെയ്യുമോ യാ റസൂലല്ലാഹ്? ഹബീബായ തങ്ങളുടെ മുന്നിൽ വന്നത് ആരെന്നറിയോ? അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കറാണ്. അബൂബക്കറിന്റെ ഭാര്യ ഉമ്മു റുമാനാണ്. അവരുടെ പൊന്നാര മോളായ ആയിഷയും കൂട്ടിയിട്ടാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കടന്നു വരുന്നത്. പരിശുദ്ധ റബീഉൽ അവ്വലാണല്ലോ. ആദ്യമായിട്ട് ഈ സംഭവം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരു കാരണമുണ്ട്. ആയിഷ ബീവിയുടെ ചരിത്രം പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ സംഭവം ഒന്ന് കേട്ടിട്ട് നമുക്ക് കടന്നു പോകാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യാൻ പറയുമ്പോ അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാ, അല്ലാഹുമ്മഗ്ഫിർ ലി ആയിഷ, പടച്ചവനെ ആയിഷക്ക് നീ പൊറുത്തു കൊടുക്കണേ അല്ലാഹ്, മഗ്ഫിറതൻ വാജിബതൻ ലാഹിറതൻ ബാതിനാ, തെളിഞ്ഞതും മറഞ്ഞതും ചെറുതും വലുതുമായ സർവ്വപാപങ്ങളും നീ പൊറുത്തു കൊടുക്കണേ അല്ലാഹ്. ആയിഷ
ആയിഷാ ബീവിക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാണ്. ഫഅജിബ അബവാഹാ ലിഹുസ്നി ദുആഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ ദുആ കേട്ടിട്ട് അബൂബക്കർ തങ്ങളും അല്ലാഹുവേ ഉമ്മു റുമാൻ തങ്ങളും വല്ലാതെ സന്തോഷിക്കുകയാണ്. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വല്ലാതെ സന്തോഷം തോന്നുകയാണ്, വല്ലാതെ ചിരിക്കുകയാണ് ആയിഷാ ബീവി റളിയല്ലാഹു അൻഹാ. സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നുണ്ട്, ആയിഷ, അബൂബക്കറേ, ഉമ്മു റുമാൻ, ഈ ദുആ നിങ്ങളെ സന്തോഷിപ്പിച്ചോ? ഈ ദുആ നിങ്ങളെ സന്തോഷിപ്പിച്ചിട്ടുണ്ടോ? അതേ നബിയെ, വല്ലാതെ ഞങ്ങളെ സന്തോഷിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോ ഹാദിഹി ദഅവതി ലിമൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്നീ റസൂലുള്ളാഹ്. മഹാനായ തങ്ങൾ ഇവിടെ പ്രസംഗിച്ചപ്പോ പറഞ്ഞല്ലോ, ഹബീബായ തങ്ങളെ കാണാതെ വിശ്വസിക്കുന്ന, ഹബീബായ തങ്ങളെ ഒരു നോക്ക് കാണാതെ അംഗീകരിക്കുന്ന ഞാനും നിങ്ങളും അടങ്ങുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ തൂബാ ചെയ്ത രംഗം പറഞ്ഞല്ലോ. ഹബീബായ തങ്ങൾ പറയാ, ആയിഷ, എന്നെ കാണാതെ എന്നെ വിശ്വസിക്കുന്ന, എനിക്ക് ശേഷം വരുന്ന എന്റെ തലമുറയ്ക്ക് വേണ്ടിയിട്ട്, ഈ മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ട് എല്ലാ 5 വഖ്ത് നിസ്കാരത്തിന് ശേഷവും ഞാൻ ഈ ദുആ ചെയ്യാറുണ്ട് ആയിഷ. ഹബീബായ തങ്ങളുടെ റബീഉൽ അവ്വലില, ആ പുന്നാര നബി തങ്ങളുടെ റബീഉൽ അവ്വൽ മാസത്തിലാണ്. സഹോദരങ്ങളെ, ആയിഷാ ബീവിയുടെ കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുമ്പോ അതേ ആയിഷാ ബീവിക്ക് വേണ്ടി ദുആ ചെയ്ത അല്ലാഹുവിന്റെ റസൂൽ ആയിഷാ ബീവിയെ വിളിക്കുന്നുണ്ട്. പാപങ്ങളും പരിണിത ഫലങ്ങളുമാണ് നമ്മുടെ വിഷയം പ്രിയപ്പെട്ടവരെ. തിന്മകളിൽ ആറാടുന്ന കാലഘട്ടമാണ് പ്രിയപ്പെട്ടവരെ. ആയിഷാ ബീവിക്ക് ദുആ ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ആയിഷാ ബീവിനെ വിളിക്കുന്നുണ്ട്. യാ ആയിഷ, എത്ര മധുരമായ വിളിയെന്നറിയുമോ, എത്ര അഴകായ വിളിയെന്നറിയുമോ. നമ്മുടെ ഭാര്യമാരെ നമ്മൾ അങ്ങനെ ഒന്ന് വിളിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? സുന്ദരമായിട്ട് ഇങ്ങനെ ഒന്ന് വിളിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? യാ ആയിഷ, പൊന്നുമോളെ ആയിഷ, ഇയ്യാകി വമുഹഖിറാത്തി ദുനൂബ്. ആയിഷ, ഞാൻ നിനക്ക് ദുആ ചെയ്ത് ശരി തന്നെയാ. നിന്റെ പാപങ്ങളെല്ലാം പൊറുക്കാൻ വേണ്ടി മുഹമ്മദ് എന്ന് പറയുന്ന നിന്റെ ഭർത്താവ് ദുആ ചെയ്ത് ശരി തന്നെയാ ആയിഷ. പക്ഷേ വഇയ്യാകി മുഹഖിറാത്തി ദുനൂബ്, ഒരു ചെറിയ തെറ്റ് പോലും പൊന്നുമോളെ ആയിഷ നീ ചെയ്യല്ല മോളെ. ദുആ ചെയ്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ഫഇന്ന ലഹാ മിനല്ലാഹി അസ്സ വജല്ല ത്വാലിബാ. നീ ഒരു ചെറിയ തെറ്റ് ചെയ്താലും ആയിഷ, മുഹമ്മദിന്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. മുഹമ്മദിന്റെ സഹധർമ്മിണിയാണ്, മുഹമ്മദിന്റെ ഭാര്യയാണ്, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പെണ്ണാണ്, ഞാൻ ഒരുപാട് ദുആ ചെയ്ത പെണ്ണാണ് നീ. എങ്കിലും ആയിഷ പൊന്നുമോളെ, രക്ഷയില്ല. ഫഇന്ന ലഹാ മിനല്ലാഹി അസ്സ വജല്ല ത്വാലിബാ. പടച്ചോൻ ചോദിക്കും മോളെ, 1400 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഈ സംസാരമെങ്കിലും, 1400 കൊല്ലങ്ങൾക്ക് മുമ്പാണ് അള്ളാഹുവിന്റെ ഹബീബ് തന്റെ ഭാര്യയോട് പറയുന്നതെങ്കിലും, 1400 കൊല്ലങ്ങൾക്ക് ഇപ്പുറം ഞാൻ എന്നോട് പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, ഈസ്റ്റ് മുളവൂരിലെ എൻ്റെ റഹ്മാനിയ മസ്ജിദിന്റെ അഹലുകാരായ 100ഓളം വരുന്ന കുടുംബക്കാരായ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യമാരോട് ഒരു വട്ടമെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, പെണ്ണേ നീ ചെയ്യുന്നത് തെറ്റാണ് മോളെ? സ്വന്തം മക്കളോട് പറഞ്ഞിട്ടുണ്ട്, മോനെ നീ ചെയ്യുന്നത് ഹറാമാണ് മോനെ. ഇന്ന് ഓണത്തിന്റെ ദിവസമായിരുന്നല്ലോ പ്രിയപ്പെട്ടവരെ, ഓണത്തിന്റെ ദിവസമായിരുന്നല്ലോ പ്രിയപ്പെട്ടവരെ. റബീഉൽ അവ്വൽ മാസം മാണമെന്ന് പോലും ഓർക്കാതെ ഈ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള
കലാലയങ്ങൾ കാണിച്ചുകൂട്ടി ആഭാസത്തരങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവര് കണ്ടോ? വെള്ളമുണ്ടും വെള്ള ഉടുപ്പുമിട്ട് കറുത്ത ഷർട്ട് വരെയും ധരിച്ചിട്ട് കാറുകളിലും ബൈക്കിലുമായി റോട്ടിൽ കള്ളു കുടിച്ച് മറുമാദിച്ച് നടക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരെ കണ്ടോ? മൂവാറ്റുപുഴക്കാരാ നിങ്ങള് സഹോദരങ്ങളെ, ദുഃഖകരമാണ്. പറയാതിരിക്കാൻ നിർവാഹമില്ല, പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇവിടെ നബിദിനം ആഘോഷിച്ചാൽ കുറ്റമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറഞ്ഞാൽ അത് അപരാധമാണ്. മുത്തുനബി തങ്ങളുടെ മൗലിദോദിയായ ശിർക്കാണ്, കുഫ്റാണ്. എവിടെ അങ്ങനെ പറയുന്നവരെവിടെ? ഓണാഘോഷത്തിന് വേണ്ടി നടുറോട്ടിൽ കിടന്ന് സ്വന്തം മക്കൾ അഴിഞ്ഞാടുമ്പോ അത് പറയാൻ നട്ടലില്ലാത്ത ഉളുപ്പില്ലാത്ത വാപ്പമാരും ഉമ്മമാരുമുള്ള ഈ കാലഘട്ടത്ത് ആരോടാ പറയുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിന്റെ പരിണിത ഫലങ്ങളിലോട്ട് കടന്നു വരുമ്പോ നിങ്ങൾക്ക് മനസ്സിലാകും പ്രിയപ്പെട്ടവരെ. ഇന്ന് കോഴിക്കോട് ജില്ലയിൽ ഒരു കോളേജിൽ കിടന്ന സംഭവം നിങ്ങൾ കണ്ടോ പ്രിയപ്പെട്ടവരെ? അഴിഞ്ഞാടുകയാണ്, അറുമാദിക്കുകയാണ്. ഓണത്തിന്റെ പേരിൽ കള്ളും കഞ്ചാവിന്റെയും ലഹരിയുടെയും അടിമപ്പെട്ടുകൊണ്ട് ചെറുപ്പക്കാരും മുസ്ലിം സഹോദരങ്ങൾ, മുസ്ലിം ദാമധാരികളായ ആണുങ്ങൾ മാത്രമല്ല, സെറ്റ് സാരി ഉടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ പോലും ഔറത്ത് പോലും വെളിവാക്കാതെ കോളേജിന്റെ വരാന്തകൾ അഴിഞ്ഞാടുന്നു. തൊട്ടടുത്തുള്ള ഇലാഹിയ കോളേജിൽ പോലും നടക്കുന്ന സംഭവങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവർ കാണാറുണ്ടോ? പള്ളി ജംഗ്ഷനിൽ നടക്കുന്ന സംഭവങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവർ അറിയാറുണ്ടോ? കയ്യും പിടിച്ചു നടക്കുന്ന സഹോദരങ്ങളല്ല, ഏതോ വാപ്പ് ഉണ്ടാക്കിയ പൊന്നുമോള് ഏതോ ചെറുപ്പക്കാരന്റെ കൂടെ കൈപിടിച്ചു പോകുമ്പോ അത് ചെന്ന് പറ്റൂല എന്ന് പറഞ്ഞാൽ അവൻ സാമൂഹിക ദ്രോഹിയായി മാറുന്ന ഈ കാലഘട്ടത്തിന്റെ നടുവിൽ എന്താണ് പ്രിയപ്പെട്ടവരെ റബിയുൽ അവ്വൽ നമ്മൾ പറയേണ്ടത്? ആരോടാ വഅദ് പറയേണ്ടത്? അതുകൊണ്ട് ഈസ്റ്റുമുളയൂരിലെ വാപ്പാ, നീ ചിന്തിക്കേണ്ടത് എന്തെന്നറിയോ? നീ മനസ്സിലാക്കേണ്ടത് എന്തെന്നറിയോ? എവിടെ എന്ത് നടന്നാൽ എന്റെ മക്കളെയും എന്റെ കുടുംബത്തെയെങ്കിലും ഒന്ന് ദീനീ ചിട്ടയോടുകൂടി വളർത്താൻ എനിക്ക് കഴിയണമെന്നുള്ള ബോധം വാപ്പാ ഇന്നത്തെ രാത്രിയിൽ ഉണ്ടാകണം. ഈ വെള്ളിയാഴ്ച രാവിലെങ്കിലും ഒന്നുണ്ടാകണം. നിങ്ങൾക്കില്ല എന്നല്ല, പക്ഷേ ഭൂരിഭാഗം വാപ്പമാർക്കും അതറിയില്ല, ബോധമില്ല. ഉമ്മമാർക്ക് അതിനുള്ള തലച്ചോറില്ലാത്ത കാലഘട്ടമാണ്. ന്യൂ ജനറേഷൻ അല്ലേ ഉസ്താദേ? എന്റെ മക്കൾ അടിച്ചു പൊളിക്കട്ടെ ഉസ്താദേ, കുഴപ്പമില്ല. പക്ഷേ നിന്റെ മക്കൾ വ്യഭിചാരികളായി മാറുന്നുണ്ട്. നിന്റെ പൊന്നാര മക്കളെ നിങ്ങളെ കഴിച്ചു വിടുമ്പോ, കെട്ടഴിച്ചു വിടുമ്പോ, കണ്ണടച്ചു വിടുമ്പോ അവർ വ്യഭിചാരത്തിന്റെ, ചൂതാട്ടത്തിന്റെ, വൃത്തിഹീനങ്ങളുടെ നടുവിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. ഉമ്മാ വാപ്പാ, വയനാട് കണ്ടോ? വയനാടിലെ ദുരന്തം കണ്ടോ? വയനാടിലെ ദുരന്തം കണ്ടോ? ഒരൊറ്റ രാത്രി കൊണ്ട് 1:30 മണിയായപ്പോ ഒരൊറ്റ രാത്രി കൊണ്ട് പടച്ച തമ്പുരാ ഒരു ചെറിയ ഉരുൾപൊട്ടലാ നടത്തിയത്. ഉരുൾപൊട്ടിയതിന്റെ ഉത്ഭവസ്ഥാനം നിങ്ങൾ കണ്ടോ? ഒരു ചെറിയ ഭാഗത്ത് നിന്നാണ് പൊട്ടി വന്നത്. 5 കിലോമീറ്ററുകളോളം ഒലിച്ചു പോയപ്പോ എത്ര പേരുടെ മയ്യത്താ വയനാട് ജില്ലയിൽ? മുസ്ലിമാണോ, ഹിന്ദുവാണോ, ക്രിസ്ത്യാനിയാണോ എന്നുപോലും അറിയാതെ കബറടക്കി കൊണ്ടുവന്നത്. അതെല്ലാം ഒരു ഓണം വന്നപ്പോ മറന്നുപോയല്ലോ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയാ, കുറ്റപ്പെടുത്താൻ വേണ്ടി വന്നതല്ല, ആക്ഷേപിക്കാൻ വേണ്ടി വന്നതല്ല. നെഞ്ചു പൊട്ടിയിട്ടാ പറയുന്നത്, സങ്കടപ്പെട്ടുകൊണ്ടാ പറയുന്നത്. എവിടെ വഅദ് പറയാൻ പോയാലും ഇത് പറയാതെ എൻ്റെ വഅദ് ഞാൻ അവസാനിപ്പിക്കാറില്ല. ഇവിടെ വിഷയം ഇതായതുകൊണ്ട് ഞാൻ എൻ്റെ ആരംഭത്തിൽ ഞാൻ കൊണ്ടുവന്നേ ഉള്ളൂ. അതുകൊണ്ടൊന്ന് സൂക്ഷിക്കണേ വാപ്പാ, സൂക്ഷിക്കണേ ഉമ്മാ. ഈ ദുനിയാവിലുണ്ടാകുന്ന അപകടങ്ങളും ദുരന്തങ്ങളും, വയനാട് ദുരന്തങ്ങളടക്കം, അതുണ്ടാവാനുള്ള കാരണം നമ്മൾ തന്നെയാണ്, വേറെ ആരുമല്ല. ഒരാളെയും നമ്മൾ പഴിക്കണ്ട. പടച്ചവനെ കുറ്റപ്പെടുത്തിയ ആൾക്കാരുണ്ട് ഇവിടെ. റബ്ബ് കണ്ടില്ലേ, റബ്ബ് കണ്ടില്ലേ, റബ്ബ് കണ്ടില്ലേ എന്ന് നിങ്ങൾ ഖുർആന്റെ ഒരു ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ. കരയിലും കടലിലുമായിട്ടുണ്ടാകുന്ന ഈ ഫസാദുകൾ ആര് കാരണമാ ഉണ്ടാകുന്നത്? ബിമാ കസബത് ഐദിന്നാസ്, എടാ ജനങ്ങൾ കാരണമാണ് അതുണ്ടാകുന്നത്, അവരുടെ പ്രവർത്തനം കാരണമാണ് ഉണ്ടാകുന്നത്. ലിയുദീഖഹും ബഅദല്ലദീ യമിലൂ ലഅല്ലഹും യർജിഊൻ, അവരത് അനുഭവിക്കുന്നതും രുചിക്കുന്നതുമെല്ലാം അവർ ചെയ്തു കൂട്ടിയ അപരാധങ്ങൾ കാരണങ്ങൾ തന്നെയാ. എന്നിട്ട് അല്ലാഹ് ചോദിക്കുന്നുണ്ട്, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ,
വെറുതെ പടച്ചെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? സുഫിയാൻ ബാഖവി എന്ന മനുഷ്യനോടുള്ള ചോദിക്കുകയാണ്, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ. എടാ പൊട്ടാ, നിന്നെ വെറുതെ പടച്ചെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? വന്നകും ഇലൈനാ ലാ തുർജഊ. മുളവൂർ പള്ളിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കബറിടങ്ങൾ നീ പോവില്ലെന്നാണോ നിന്റെ വിചാരം? ഈസ്റ്റ് മുളവൂർ റഹ്മാനിയ പള്ളിയുടെ നിന്റെ വീട്ടിന്റെ അകത്ത് നിന്ന് നിന്റെ മയ്യത്ത് പൊതിഞ്ഞെടുത്ത് ആ പള്ളിയുടെ നടുവത്ത് കൊണ്ടടക്കൂലെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ. എടാ വെറുതെ പടച്ചതല്ല, അല്ലാഹു വെറുതെ പടച്ചതല്ല. അല്ലാഹു വ്യക്തമായ അജണ്ടയുണ്ട്, തീരുമാനമുണ്ട്. അല്ലാഹുവിന് വ്യക്തമായ തീരുമാനമുണ്ട്. ആ റബ്ബാ പറയുന്നത് വേണ്ട, തെറ്റ് ചെയ്യണ്ട, ഹറാമ് കാണണ്ട. അത് ചെയ്താലുള്ള പരിണിത ഫലങ്ങൾ നിങ്ങൾക്കറിയോ സഹോദരങ്ങളെ? അത് ചെയ്താലുള്ള പരിണിത ഫലങ്ങൾ അറിയോ? നിങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ മാത്രമല്ല കേട്ടോ, നിങ്ങൾ മാത്രമല്ല നിന്ന് സംസാരിക്കുന്ന ഞാനും, ഈ സ്റ്റേജിൽ ഇരിക്കുന്ന മഹാപണ്ഡിത കുലപതികളും ഒക്കെ ശരിയാ, എല്ലാവരും തുല്യരാ. തെറ്റ് ചെയ്തോ ഉപ്പ് തിന്നോ വെള്ളം കുടിക്കും, തെറ്റ് ചെയ്തോ അല്ലാഹ് പൊറുത്തു തരാതെ മുളവൂർ പള്ളിയുടെ ഉള്ളിൽ നിങ്ങൾ ചെന്ന് പെട്ടോ, അല്ലാഹ് വിടൂല. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. പറയണത് മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് പറയണത് മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് പറ. അല്ലാഹു മനസ്സിലാക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് തരട്ടെ. സാധാരണ സഹോദരിമാരാണ് കൂടുതൽ, ഇന്ന് പുരുഷന്മാരാണ് കൂടുതൽ. ലോകാവസാനത്തിന്റെ അടയാളമാണ് പെണ്ണുങ്ങൾ കൊടുക്കുക. അപ്പൊ ഇവിടെ ലോകാവസാനം ആവാറായിട്ടില്ല. എന്തായാലും അല്ലാഹു നമുക്ക് കൈമാൻ തരട്ടെ. ബൈക്കിരിക്കുന്ന കൂട്ടുകാർ എന്നോട് വിയോജിപ്പുണ്ടെങ്കിലും ഈ പള്ളിയോടൊരു സ്നേഹം ഉണ്ടെങ്കിൽ വന്നിരിക്കാം. വാടാ, കറുത്ത ടീഷർട്ടൊക്കെ വാടാ, വന്നിരിടാ. വെള്ള ഉടുപ്പ് വരി, ചുവന്ന ഉടുപ്പുള്ളേക്ക, നല്ല ശബ്ദം, മാഷാ അല്ലാഹ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ മോനെ, നല്ല ശബ്ദം, മാഷാ അല്ലാഹ്. സാധനം ഇങ്ങനെ കിട്ടാറില്ല. അല്ലാഹു നമുക്ക് എല്ലാ ഖൈറും ബറക്കത്തും തരുമാറാവട്ടെ. ചെറിയ ഒരു തെറ്റ് ചെയ്താൽ തന്നെ, ഒരു നുണ പറഞ്ഞാൽ തന്നെ നമുക്കതിനുള്ള പണി അല്ലാഹു തരും. പിന്നെയാണോ കള്ളും കഞ്ചാവിന്റെ ഒക്കെ അവിടെ നിൽക്കട്ടെ, വ്യഭിചാരവും ചൂതാട്ടവും അഴിഞ്ഞാട്ടവും ഡാൻസും പാട്ടും ഒക്കെ അവിടെ നിൽക്കട്ടെ. വിശുദ്ധമായ നബിദിനം കടന്നു വരുമ്പോൾ റാലി നടത്താറുണ്ട്. എന്തൊക്കെ ആഭാസങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത്, എന്തൊക്കെ ആഭാസങ്ങളാ. ഇപ്പൊ ദഫിന്റെ പേരിൽ ഗ്രൂപ്പ് ഡാൻസ് ആണ്, ശൈലിയൊക്കെ മാറി. ഞാനെല്ലാം തുറന്നു പറയും കേട്ടോ, നിങ്ങൾ വിഷമിക്കുന്നു. ഞാൻ ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ എന്നെ നിങ്ങൾ മുജാഹിദ് വഹാബിന്ന് നോക്കണ്ട. ഞാൻ പറയുന്ന എൻ്റെ നാടായ തിരുവനന്തപുരം ജില്ലയിൽ ആരുടെ വീഡിയോ പിടിച്ച് അയച്ചു കൊടുത്താലും ഞാൻ അവിടെയും പറയണത്, എല്ലാ വർഷവും റബീഉൽ അവ്വലിൽ എൻ്റെ നാട്ടിൽ എൻ്റെ സ്വന്തം വീട്ടിൽ ഞാൻ പഠിച്ച മദ്രസയിൽ വാദ് പറയുന്ന ഒരാളാണ് ഞാൻ. അവിടെ ഞാൻ ചെന്ന് ഓപ്പണായിട്ട് പറയും, നിങ്ങൾ കളിക്കുന്ന ഡഫല്ല, ഗ്രൂപ്പ് ഡാൻസ് ആണ്, ചെയ്യരുത്. അതിലോട്ട് നമുക്ക് വരാം. അപ്പൊ തെറ്റുകൾ നമ്മൾ കാണിക്കും, നമ്മൾ പറയും. ഇപ്പൊ ഞാൻ 100 റക്അത്ത് നിസ്കരിക്കണ്ട, നിങ്ങൾ എല്ലാ വർഷവും പോയി ഹജ്ജ് ചെയ്യണ്ട, നിങ്ങൾ എല്ലാ വർഷവും പോയി ഉംറ ചെയ്യണ്ട, നിങ്ങൾ ഭയങ്കര നിസ്കാരക്കാരായി തഹജ്ജുദും സുന്നത്തും പിന്നെ ഭയങ്കരമായി താടിയൊക്കെ വളർത്തി വലിയ മഹാന്മാരായിട്ടൊന്നും നമ്മൾ ആരും നിൽക്കണ്ട. അതൊക്കെ നിൽക്കുന്നവരൊരു സൈഡിൽ നിന്നോട്ടെ. പക്ഷെ ഹറാമായ കാര്യം, അറ്റ്ലീസ്റ്റ് തെറ്റുകളിൽ നിന്ന് ഒരു അല്പമെങ്കിലും നമ്മളൊന്ന് മാറാതെ, എന്റെ പൊന്നു സഹോദരങ്ങളെ, മരണപ്പെട്ടു പോയാൽ ദുരന്തമാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എത്ര വഅദ് പറഞ്ഞാലും 2024 ജനങ്ങൾക്ക് മനസ്സിലാവൂല. അതേത് സയ്യിദന്മാരും പണ്ഡിതന്മാരും ഏത് സൂഫിയാക്കളെ ആലിമീങ്ങൾ വന്ന് പറഞ്ഞാലും ജനങ്ങൾക്ക് തിരിയൂല. അതിന് കാരണം അല്ലാഹുവിന്റെ റസൂല് പറയാ, ഈസ്റ്റ് മുളവൂരുള്ള എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ, എൻ്റെ ചെറുപ്പക്കാരാ, ശ്രദ്ധിച്ചു കേട്ടോ. വാദ് കേൾക്കുമ്പോ വാളന്മാരെ നമ്മൾ കളിയാക്കാറുണ്ട്, ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങള്? അയാൾ എന്തൂട്ടാ പറഞ്ഞത്, എന്ത് വാള അയാള് പറഞ്ഞത്? ഒരു ചെറിയൊരു ഉദാഹരണം പറയട്ടെ സഹോദരങ്ങളെ. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തിന്റെ ചുറ്റുഭാഗത്തും ക്യാരം ബോർഡ് കളി അധികമായിരുന്നു. ചുറ്റുഭാഗത്തും ക്യാരം
ബോർഡ് കളിയാണ്. ക്യാരം ബോർഡ് കളിയുടെ ഇസ്ലാമിക വിധി നിങ്ങളോട് പറയട്ടെ, അത് ഇസ്ലാമിൽ അനുവദനീയമല്ല. ഫുഖഹാക്കൾ പറയുന്നു അത് കറാഹത്താണെന്നോ. അത് ഇശാഇന് ശേഷമാകുമ്പോൾ ഉറക്കമൊഴിച്ചുകൊണ്ട് 12 മണി വരെ ഇശാഇന് ശേഷം ഇരുന്ന് ക്യാരം ബോർഡ് കളിക്കുന്ന ആളുകൾ അവര് സുബഹിക്ക് പള്ളി വരൂല്ല, കിടന്നുറങ്ങുകയാണ്. ഞാൻ അവരോട് തുറന്നടിച്ചു പറഞ്ഞു, പ്രിയപ്പെട്ടവരെ പാടില്ല. അവര് പറഞ്ഞത് എന്തെന്നറിയോ? സുഫിയാൻ ബാഖവി സ്പോർട്സ് വിരോധിയാണ്. അയാൾക്ക് കളിയറിയില്ല, അയാൾക്ക് ക്യാരം ബോർഡ് അറിയില്ല, ഗെയിം അറിയില്ല, എന്ത് ഒലക്കയാണ് അയാൾക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് ആ കളിക്കുന്ന ആളുകൾ ഇൻസൾട്ട് ചെയ്തപ്പോ ഞാൻ അവരോട് പറയാ, ചെറുപ്പക്കാരാ, നിങ്ങളടിക്കുന്ന വിരലുകൾ ചലിക്കാത്തൊരു കാലഘട്ടം വരാനുണ്ട്. പാതിരാത്രി ഉറക്കമൊഴിഞ്ഞാൽ ആയുസ് കുറവാണ്, നിങ്ങളെ ഹാർട്ട് ബീറ്റ് കുറയും, പെട്ടെന്ന് മരണം സംഭവിക്കും. അതുകൊണ്ട് ഉറക്കമൊഴിക്കല്ലേ, ഈ കളികളൊക്കെ ഒന്ന് ഒഴിവാക്കൂ എന്ന് പറയുമ്പോൾ സമൂഹം നമ്മളെയല്ല പണ്ഡിതന്മാരെ കുറ്റപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് പറയട്ടെ, അള്ളാഹുവിൻ്റെ റസൂല് പറയാ, ഇന്നൽ അബ്ദ ഇദാ അഖ്തഅ ഖതിആ, ഒരടിമ ഒരു തെറ്റ് ചെയ്തു പോയാൽ, ഒരു നുണ പറഞ്ഞു പോയാൽ, ഒരു ഏഷണിയോ പരദൂഷണമോ പറഞ്ഞു പോയാൽ, അള്ളാഹുവിന്റെ റസൂല് പറയാ, നുക്തത്തുന സൗദാ, അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വന്ന് വീഴുകയാണോ. ശ്രദ്ധിച്ചു കേൾക്കെന്റെ പ്രിയപ്പെട്ട മുളവൂരുകാരാ, ഇത് വെറുതെ പറയല്ല, ഇത് ചെവി കൊണ്ട് കേൾക്കല്ലേ, ഇത് ഹൃദയം കൊണ്ടൊന്ന് കേൾക്കണേ പ്രിയപ്പെട്ടവരെ. ഒരുപാട് കിതാബുകൾ നോക്കി ഒരുപാട് നേരം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇരുന്ന് എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന ഹദീസുകളാ പറയുന്നത്. ചവർ പോലെ കേൾക്കല്ലേ സഹോദരങ്ങളെ. സമയം കളയാനും തമാശ പറയാനും പാട്ടുപാടി ചിരിക്കാനുമുള്ള നേരമല്ല. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയങ്ങളിൽ ആ കറുത്ത പുള്ളി വീണ് എങ്ങനെയെന്നറിയുമോ? അത് കറുത്ത പാറക്കെട്ട് പോലെയായി പോയി. ആര് എന്ത് പറഞ്ഞാലും കേൾക്കാൻ പറ്റാത്ത രീതിയിൽ കറുത്ത് കരുവാളിച്ചു പോലെ ഹൃദയങ്ങളുടെ ഉടമകളായി ഞാൻ നിങ്ങൾ മാറിയപ്പോ അല്ലാഹുവിന്റെ ഖുർആൻ കേൾക്കാൻ കഴിയുന്നില്ല, അതൊന്ന് ഓതാൻ കഴിയുന്നില്ല, പണ്ഡിതന്മാരോടൊന്ന് നല്ലവണ്ണം സലാം പറയാൻ പോലും കഴിയുന്നില്ല, ദീനിനോടൊരു കൂറുമില്ല, സുന്നത്ത് ജമാഅത്തിനോടൊരു പ്രതിബദ്ധതയുമില്ല, മൗലിദിനോടൊരു പ്രേമവുമില്ല, ഇഷ്കുമില്ല. അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂൽ എന്ന് കേട്ടാൽ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാത്ത കാലഘട്ടങ്ങളായി മരവിച്ച ഹൃദയവുമായി പോയി നമ്മൾ ഇങ്ങനെ കഴിയുകയാ. അത് പോരാ എൻ്റെ പൊന്നാര ചെറുപ്പക്കാരാ, എടാ, അള്ള തന്ന ആരോഗ്യമുണ്ടല്ലോ, അള്ള തന്ന ആയുസുണ്ടല്ലോ, അത് എന്നും ഉണ്ടാവൂല. ഈ മുളവൂരി വാള് കേൾക്കാൻ മുമ്പിരിക്കുന്ന താടിയും മുടി നിറച്ച പാവപ്പെട്ട ഉപ്പമാരെ നിങ്ങൾ കണ്ടോ? അവരെത്ര ഭംഗിയായിട്ടായി ദുനിയാവിൽ ജീവിച്ചതെന്നറിയുമോ? അവരുടെ കഴിഞ്ഞ കാലഘട്ടത്തെ പറ്റി ഒന്ന് ചോദിച്ചു നോക്ക്. പട്ടിണിയുടെ കഥ പറയാനുണ്ട്. മുൻകാലങ്ങളിൽ വാള് പറയുമ്പോ, വാള് കേൾക്കുമ്പോ കരയാതെ പിരിഞ്ഞു പോവാറില്ല, കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാതെ ആ വേദി പിരിയാറില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കരയാൻ പറയുന്നവനും കേൾക്കുന്നവനും കഴിയുന്നില്ല. മനസ്സ് മരവിച്ചു പോയി, തെറ്റുകൾ ചെയ്ത് ഹൃദയങ്ങൾ ഇങ്ങനെ കറുത്തു പോവുകയാ. ഹബീബായ തങ്ങൾ പറയാ, ഇന്നർ റജുല ലയദ്നിബു ദംബ ഫിസ്സിരി ഫയുസ്ബിഹു അലൈഹി മദല്ലതൻ മദല്ലാ. എടാ, പാതിരാത്രി നീ കിടന്നുറങ്ങുന്ന നേരം എല്ലാവരും കിടന്നുറങ്ങുകയാണ്. ചെറുപ്പക്കാരോടാ പറയുന്നത്. ചെറുപ്പക്കാരാ, ഞാൻ അടങ്ങുന്ന ചെറുപ്പക്കാരോടാ പറയുക. വാപ്പയില്ല, ഉമ്മയില്ല, പെങ്ങളില്ല, കൂട്ടുകാരില്ല. ഒറ്റയ്ക്ക് ബെഡ്റൂമിൽ പോയി കിടക്കുമ്പോ വാപ്പ മേടിച്ച് നല്ല ഫോണുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ശ്രദ്ധിക്കണേ, എൻ്റെ പൊന്നാര ഉമ്മമാരെ. നിങ്ങളുടെ പെൺമക്കൾക്ക് ഫോൺ വാങ്ങിക്കൊടുത്തിട്ട് നിങ്ങൾ സുന്ദരമായിട്ട് കിടന്നുറങ്ങുമ്പോ ഉറക്കമില്ലാത്ത കണ്ണുകളുമായിട്ട് നമ്മുടെ മക്കൾ പാതിരാത്രി ജീവിപ്പിക്കുകയാ. ഈ അടുത്തു പിടിച്ച പ്രണയങ്ങളുടെ കഥകളൊന്നും ചെറുതല്ലല്ലോ സഹോദരൻ.
സഹോദരങ്ങളെ, രാത്രിയെ പകലാക്കിയിട്ട് വൈകാരിക ജീവിതങ്ങളുടെ പിന്നാമ്പുറങ്ങൾ അഴിഞ്ഞാടുന്ന യുവതലമുറകൾ മാത്രമല്ല, ഭർത്താവ് അങ്ങോട്ട് ഗൾഫിൽ പോയാൽ ഭാര്യ മറ്റൊരാളുമായിട്ട് കമ്പനിയായിട്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, ഭർത്താവിനെ വഞ്ചിക്കുന്ന രാത്രികളായി നമ്മുടെ രാത്രികൾ മാറുമ്പോ ഹബീബായ തങ്ങൾ പറയാ ഫയുസ്ബിഹു അലൈഹിം മദല്ലാ, പിറ്റെന്നുള്ള പ്രഭാതമുണ്ടല്ലോ നിന്ദതയുടെ, നിസാരതയുടെ, ജീർണതയുടെ, വിഷമങ്ങളുടെ, പ്രതിസന്ധികളുടെ, പ്രയാസങ്ങളുടെ, ദുഃഖങ്ങളുടെ, ദുരിതങ്ങളുടെ, വേദനകളുടെ, സങ്കടങ്ങളുടെ, നൊമ്പരങ്ങളുടെ പ്രഭാതമായിട്ട് അല്ലാഹു മാറ്റിക്കൊടുക്കുമെന്ന് ഹബീബുനാ വ ശഫീഉനാ മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. നമ്മുടെ മക്കൾക്ക് ഉറക്കമില്ല. രാത്രികാലങ്ങളിൽ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്ന ഫോൺ മേടിച്ചു വെച്ചിട്ടല്ലാതെ ഉറങ്ങരുത്. പ്രഭാതമാകുമ്പോൾ മക്കൾ നശിച്ചവരായി, നിങ്ങൾ രാത്രി മേടിച്ചു കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച നിങ്ങളുടെ മക്കൾ അല്ലാഹുവിന്റെ ശാപമേറ്റവരായി മാറിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. ഉസ്താദ് വെറുതെ പറയാ, എന്റെ മക്കൾ അങ്ങനെ ചെയ്യൂല, അവർ സ്വാലിഹീങ്ങളാ. ബഹുമാനപ്പെട്ട നമ്മുടെ ഒരു പണ്ഡിതൻ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ അഭിവന്ദ്യനായ പണ്ഡിതൻ ബഷീർ ഫൈസി ദേശമംഗലം ഉസ്താദിനെ എന്റെ മഹല്ലിയാൻ കൊണ്ടുവന്ന ഒരു ദിവസം ഒരു കുടുംബ ക്ലാസ് എടുക്കാൻ. അദ്ദേഹം സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, ഫുള്ള് ഫറദയിട്ട ഒരു സ്ഥാപനത്തിലെ പെൺകുട്ടികളോട് ഒരു പേപ്പറിൽ കത്തെഴുതി കൊടുത്തു. അദ്ദേഹം പേപ്പറിൽ കത്തെഴുതി കൊടുത്തു, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ, അധമ്യമായ അനുരാഗവും ഇഷ്ടവും സ്നേഹവും നിങ്ങൾക്ക് വേറെ ആരോടെങ്കിലും ഉണ്ടെങ്കിൽ ആരും അറിയൂല. നിങ്ങളുടെ പേരും എഴുതണ്ട, ഒന്നും എഴുതണ്ട, യെസ് എന്നെഴുതുക, ഇല്ലെങ്കിൽ നോ എന്നെഴുതുക. ഒന്നുകിൽ എസ് എന്നെഴുതുക, അല്ലെങ്കിൽ നോ എന്നെഴുതുക. വെറുതെയിട്ട നമ്മുടെ മുസ്ലിം സ്ഥാപനത്തിന്റെ ഉള്ളിൽ നടന്ന കഥയാണ്. കോളേജുകൾ നിൽക്കട്ടെ, അവരുടെ ചെറുപ്പക്കാരെ നിൽക്കട്ടെ, ധാർമ്മിക യുവത്വം നിൽക്കട്ടെ, എല്ലാം നിൽക്കട്ടെ, നമ്മുടെ സ്ഥാപനം മുസ്ലിമീങ്ങളുടെ സ്ഥാപനത്തിൽ പറയുക. അതിൽ പേപ്പർ തുറന്നു നോക്കിയപ്പോൾ പേരെഴുതണ്ടല്ലോ. എന്നിട്ട് നിങ്ങൾ ഒരു കാര്യം കൂടി എഴുതണം. മുസ്ലിംസ് ആണെങ്കിൽ എം ഇടണം, നോൺ മുസ്ലിംസ് ആണെങ്കിൽ എൻ ഇടണം. എം ഓർ എൻ. 5 പെണ്ണുകൾ എസ് എന്നെഴുതി, അതിൽ 3 പെണ്ണുങ്ങൾ എഴുതിയത് എൻ എന്നാണ്. പർദ്ദയിട്ട 5 ആ സ്ഥാപനത്തിലെ 5 പർദ്ദയിട്ട ദീൻ പഠിക്കാൻ വേണ്ടി വന്ന സ്വാലിഹത്തുകളായ പെണ്ണുങ്ങളെന്ന് സമൂഹം വിലയിരുത്തിയ, മാതാപിതാക്കൾ വിശ്വസിച്ച, തഹജ്ജുദ് നിസ്കരിക്കുന്ന സ്വാലിഹത്തുകളായിട്ട് സമൂഹം ഒന്ന് വിവാഹം കഴിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന 5 കുട്ടികളിൽ 5 പേർക്ക് പ്രേമമുണ്ട്. അതിൽ 3 പെൺകുട്ടികൾ നോൺ മുസ്ലിംസ് ആയിട്ട്, അന്യമതത്തിലുള്ള ചെറുപ്പക്കാരായിട്ട് പ്രേമം. ആരോട് സമാധാനം പറയും? പ്രിയപ്പെട്ടവരെ, ആരെ നമ്മൾ വിശ്വസിക്കും? നിങ്ങൾ പറ, ഇതിന്റെ പരിണിത ഫലങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയോ? അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ കാക്കും. ഞാനിത് പറയുന്നത് നഗ്നമായ സത്യങ്ങളാണ്, ഒരു കള്ളവല്ല, ചതിവല്ല. വ്യക്തമായ തീരുമാനങ്ങളും തെളിവുകളോടുകൂടിയാണ് ഞാൻ നിങ്ങളോട് പറയുക. അതുകൊണ്ട് നമ്മുടെ മക്കൾ, നമ്മുടെ സമൂഹം, നമ്മുടെ ഇടയിലുള്ള ജീവിതം ഒന്നും സേഫ്റ്റി അല്ല, സുരക്ഷിതമല്ല. ശ്രദ്ധിച്ചേ മതിയാവുള്ളൂ. വെറുതെ ഹേമ കമ്മീഷനെ കുറ്റപ്പെടുത്തി അവരെ കളിയാക്കിയിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ കുടുംബങ്ങളുടെ ഉള്ളിൽ ആദ്യമായിട്ട് നമ്മൾ സൂക്ഷ്മത വെക്കേണ്ടതും അടിവരകളും പിന്നെ അതിർവരമ്പുകൾ വെക്കേണ്ടത് നമ്മുടെ ഫാമിലിയുടെ ഉള്ളിലാണ്. ഇൻ അവർ ഫാമിലി. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ.